യൂറോപ്പിൻ്റെ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് മതിയാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇന്നത്തെ മദീനയിൽ നിന്ന് മതി വരില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1744 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സഊദും തമ്മിൽ കരാറിലായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ വലിയ നരനായാട്ട് അവിടെ നബി കുടുംബങ്ങൾക്കെതിരെ നടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് നാട് വിട്ടുപോയ ആളുകൾ പോയി എവിടെ എത്തിയിട്ടുണ്ടാകും? അഫ്ഗാനിൽ. സാധാരണ കബൂളല്ല, കബൂളിൽ നിന്ന് മഹദി ജനിക്കൂല. അതായത് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ട്രക്ക് വന്നിട്ട് ഒന്നെങ്കിൽ വന്നു. അപ്പോൾ അവർ തീപ്പെട്ടി കിട്ടും. അവർക്ക് തീപ്പെട്ടിയാണ് പുറത്തുനിന്ന് വാങ്ങുക, തീപ്പെട്ടി മെഴുകുതിരി. ബാക്കിയുള്ളവർക്ക് സമയത്ത് അവർ കല്ല് ഉരസിട്ട് തീ ഉണ്ടാക്കും, അവിടുത്തെ വിഭവങ്ങൾ കൊണ്ട് കഴിക്കും. അങ്ങനത്തെ ജനങ്ങൾ, അതാണ് ഖുറാസാൻ. അങ്ങനത്തെ ജനങ്ങൾ ഇപ്പോഴും പാർക്കുന്നുണ്ട്. അവരുടെ കണക്ക് ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ ഇല്ല. അവരെ ഒരിക്കലും മറ്റേ ഇത് കുത്തിയിട്ടില്ല. എന്തായാലും പറയാ, വാക്സിൻ മാത്രമല്ല, മറ്റേ ഇതുണ്ടല്ലോ, പോളിയോ കുത്തിയ ഒരാൾക്ക് മതിയാൻ കഴിയില്ല. ഇമ്പോസിബിൾ. പോളിയോ കുത്തിയ ഒരാൾക്ക് മതിയാൻ കഴിയില്ല ഒരിക്കലും. സ്കൂൾ പഠിച്ച ഒരാൾക്ക് മതിയാൻ കഴിയില്ല. كفاني همومي من كفى ظلمة الشرك وبداد أبطال البطالات والشك كفاني جميع الهم سرت محررا بفك رسول الله قلبي من الشرك إذا حل جيش الهم بداد شمله بنور يقين لا يريم فلا يا ملكي وأذكر بيتا قيل قبلي وإنه مقالي وحالي حالة الضيق والضنك إذا كانت الأقدار من مالك الملك فسيان عندي ما يسر وما يبكي ألا يا رسول الله يا خير مرسلي سموت عن الأكوان فضلا من الملك ويسمو بك المداه فوق قرونه ولو قصرت أعماله قلة النسك رفعت إلى طه الأمين شكايتي ولم يلقذ شكوى إليه فلم يشكي فقد كان يشكي للجمال وإنه لا أشكى غزال قد شكى خيفة الفتك وذنون قد أشكاه من بعد يوسفي وآبائه طرا من الفتك والهتك وحصيل هذا القول إنك رحمة من الله مولى الخلق في البر والفلك فلم يخش عبد ما بقيت ضياعه ولم يخش أهل الحق قيد ذوي الإفك وأشكر ربا ألهم العبد رشده فأصغار أتباعي بريء من الشرك فذلك فضل الله فالعبد عاجز على وصل حق أو مجانبة الشك صلاة وتسليم على طه أحمد وآل وأصحاب صلاة على البنك. കാഫ് കൊണ്ട് അവസാനിച്ച കവിതയാണ് ഹർഫുൽ കാഫ്. കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇന്നലെ 170 ഉണ്ടല്ലോ, നോക്കിക്കാളി. റഫഅതു അല്ലേ, അവിടെ നിന്നല്ലേ ഈ വരി, ഇനി എടുക്കാനുള്ള വരി അല്ലേ? റഫഅതു അല്ലേ, അവിടെ നിന്നല്ലേ? വയസ്മു ബികൽ മദ്ദാഹു ഫൗഖ ഖുറൂനി, ആയിക്കോട്ടെ. വയസ്മു ബിക, അങ്ങേ കൊണ്ട് മേലെയാകും, അൽ മദ്ദാഹു, അങ്ങേ കുറിച്ച് പ്രശംസ ചൊരിയുന്നവൻ, ഫൗഖ ഖുറൂനിഹി, അവന്റെ കാലഘട്ടത്തിൽ ആരുടെയും മീതെ. അങ്ങേ ഒരാൾ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരുടെയും മീതെയാവും. വലോ കസ്സറത്ത് അഅമാലഹു, അവന്റെ അമലുകളെ ചുരുക്കിയാലും, ഖില്ലത്തു നുസ്കി, ആരാധനാ താല്പര്യത്തിന്റെ കമ്മി, അമലുകൾ ചുരുക്കിയാൽ പോലും അവനായിരിക്കും മേലെ. അവൻ അങ്ങേ പ്രശംസിച്ച് മാത്രം ജീവിക്കുന്നവനാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനകത്ത് ഫർളസ്കരിക്കണ്ടെന്നല്ല. അതായത് സുന്നത്തായ നവാഫിലായ അമലുകൾ അവന് കമ്മിയാണെങ്കിൽ പോലും നിങ്ങളെപ്പറ്റി പറയുന്ന പണിയാണ് അവനെങ്കിൽ അവനെ ജയിക്കാൻ അക്കാലത്ത് ഒരാൾക്ക് കഴിയില്ല. കാരണം നിങ്ങളാണ് അടിസ്ഥാനം. സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായില്ലേ? ഒന്നുകൂടി യസ്മു ബികൽ മദ്ദാഹു, നിങ്ങൾ എന്നെ അർത്ഥം വെക്കണം. ഓരോരുത്തരും ബുക്ക് വാങ്ങിക്കൊണ്ടു പോകണം. ബുക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ ഒരു സംഭാവന ജാവിയക്ക് തരണം.
അങ്ങനെയൊക്കെ ഉണ്ട്. കഴിയുന്നവർ 1000 റുപ്യ, കഴിയില്ലെങ്കിൽ 500 റുപ്യ, പറ്റ കൂലിപ്പണിക്കാരനെങ്കിൽ 300 റുപ്യ. അതതിൻ്റെ വിലയല്ല. ഇതൊക്കെ നടത്തിക്കൊണ്ടുവന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിലേക്കൊരു കഴിയുന്ന അതിൽ ശമ്പളക്കാരുണ്ട്, പലരുണ്ട്. കൃത്യമായി പല അമലുകളും അതിൻ്റെ പേരിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കൊരു ശമ്പളം കൊടുക്കുക പോലത്തെ കറണ്ട് ബില്ല്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി മാത്രം ഒരു ഓഫീസുണ്ട്. ഇതൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾ നൽകുന്ന സംഭാവന അത്രയേ ഉള്ളൂ, വിലയല്ല. ഇത് വെറുതെ നിങ്ങളെ പൈസ വെറുതെ, രണ്ട് വെറുതെ. അങ്ങേ കൊണ്ട് മീതയാവും അൽ മദ്ദാഹു, അങ്ങയെ കുറിച്ച് പ്രശംസ ചൊരിയുന്നവൻ. ഫൗക ഖുറൂനിഹി അഖ്റാൻ, അവൻ്റെ കാലഘട്ടത്തിലെ ആരുടെയും മീതയാവും. അള്ളാന്റെ ഹബീബിനെ പറ്റി പ്രശംസ പറയുന്നവൻ ആരെക്കാളും മീതയാവും ആയല്ലോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇമാം ബുസൂരി ആ കാലഘട്ടത്തിലെ സാധാരണ ഒരു പണ്ഡിതനാണ്. അതിനേക്കാൾ പർവ്വത സമാനമായ പണ്ഡിതർ എത്ര ഉണ്ടായിരുന്നു ആ കാലത്ത്? ആരെങ്കിലും അവരെ അറിഞ്ഞോ? ഇല്ല. ഒരു സാധാരണ പണ്ഡിതനെ ലോകം അറിഞ്ഞു. എന്തുകൊണ്ട്? അദ്ദേഹം മാദിഹു റസൂലില്ല, പുണ്യ റസൂലിനെ പ്രശംസിച്ച ആളാണ്. അത്ഭുതമാണ്. ബുസൂരി ഇമാം അത്ര വലിയൊരു പണ്ഡിതനേ അല്ല, സാധാരണ പണ്ഡിതൻ. എണ്ണപ്പെടാവുന്ന ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസിയ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ലോകം കണ്ട പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി, വലിയ പണ്ഡിതനാണ്. എന്നാൽ ഇമാം ബുസൂരി സാധാരണ പണ്ഡിതനാണ്. പിന്നെ എന്തുകൊണ്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരിയെ അറിയാത്ത കിതാബ് കൊടുത്താലും മോനെ, കിതാബ് ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരിയെ അറിയാത്ത ആളുകൾ വരെ, ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്നു അത്വാഇല്ല. ഇബ്നു അത്വാഇല്ലാഹിന്റെ ഹിക്മത്തിന്റെ, തത്വചിന്തയുടെ, ഖുർആനിക തത്വചിന്തയുടെ എത്ര ഗ്രന്ഥങ്ങളാണുള്ളത് ഇബ്നു അത്വാഇല്ലാക്ക്. അതേ സമയത്ത് ആ ഇബ്നു അത്വാഇല്ലായെ പോലും ഇപ്പം നമ്മളിപ്പോൾ മൂല്യന്മാർ ഹിക്മത്തൊക്കെ പഠിക്കണം, മൂല്യന്മാർക്ക് ഇബ്നു അത്വാഇല്ലാനെ അറിയും. അതേ സമയത്ത് നാടന്മാർക്ക് കന്നുകുട്ടുന്ന വായക്ക് കളക്കുന്നവർക്ക് ആരറിയും? ബുസൂരി ഇമാമിനെ അറിയും. എന്തുകൊണ്ട്? മാദിഹു റസൂലില്ല. വിജ്ഞാനം കൊണ്ട് എല്ലാവരും അറിയാണെങ്കിൽ അറിയേണ്ടത് ഇബ്നു അത്വാഇല്ലയാണ്. പക്ഷെ ലോകം അറിയുന്നത് ഒരു സാധാരണ പണ്ഡിതനായ ഇമാം ബുസൂരിയാണ്. ഇമാം ബുസൂരിയുടെ കാലമോ രാജാക്കന്മാരെ പ്രശംസിച്ച് കവിത എഴുതി ജീവിച്ചു പോയ ആളാണ്. എന്നിട്ട് ആ കുഴി തൂർക്കാൻ വേണ്ടി എഴുതിയതാണ് എന്ത്? ബുർദ. അതിന്മേലാണ് പ്രശസ്തനാണ്. ആയുസ് മുഴുവൻ ഞാൻ രാജാക്കന്മാരെ പ്രശംസിച്ച് ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട് ബുർദയെ തന്നെ ഒരു സ്ഥലത്ത്. ഇപ്പോഴാണ് എനിക്ക് നേരം വെളുത്ത്. പക്ഷെ ആ നേരം വെളുക്കുന്നതോടുകൂടെ ലോകത്തിന് തന്നെ നേരം വെളുത്തു. അപ്പൊ നോക്ക് നിങ്ങൾ, അങ്ങേ കൊണ്ട് മീതയാകും അൽ മദ്ദാഹു, അങ്ങേ പ്രശംസ ചുരിഞ്ഞവൻ മീതയാവും. ആരെ മീതയാവും? ഫൗക ഖുറൂനിഹി, അവന്റെ കാലഘട്ടത്തിലെ ആരെക്കാളും മീതയാവും. ഉദാഹരണം പറയുക, വെളിയങ്കോട് മർക്കാളി. സമാനമായ പണ്ഡിതന്മാർ അന്ന് ലോകത്തിൽ, കേരളത്തിലില്ലേ? ഉണ്ട്. എന്നാൽ നമ്മൾ ബഹുമാനപ്പെട്ടവരെ അറിയുന്നത് സ്വല്ലല്ലാഹു ബൈത്തിലൂടെയാണ്. മജഫദമുൻ സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതറിയാത്ത ഒരാള്, ഒരു സാധാരണ മനുഷ്യന്മാർ നമ്മളെ തൊട്ട് കഴിഞ്ഞ തലമുറ വരെ ഇല്ല. അന്നൂട്ടുമ്പോൾ വരെ ഈ വേദിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? എല്ലാവരും അറിയും ആരും മർക്കാളിയെ. എന്തുകൊണ്ട്? മാദിഹു റസൂലില്ല. നമ്മുടെ നാട്ടിലെ സൂഫി ഗായകരുണ്ട്. ഈ സൂഫി ഗായകർ ഗാനം എന്ന നിലയിൽ അവരുടെ പ്രാസം തെറ്റായിരിക്കും, വരികൾ തെറ്റായിരിക്കും, പദങ്ങൾ തെറ്റായിരിക്കും, പദങ്ങളെ കൂട്ടിയത് തെറ്റായിരിക്കും. പക്ഷേ ഒരു പാട്ടെല്ലാവരും ആസ്വദിക്കും. എന്തുകൊണ്ട്? മാദിഹു റസൂലില്ല. റസൂലിനെ പറ്റി പറയുന്നത്. നമ്മളെ എന്താ പറയുക, നമ്മളെ മൻസൂർ പുത്തനത്താണി എന്ന നമ്മളെ ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, പണ്ടേ നമ്മളെ കൂടെ ഉള്ള ഒരാളാണ്. അയാൾ എൻ്റെ പാട്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട പാട്ട് തിരുദൂതര് എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ട് പോലെ വേറെ ആരും ഒന്നും കേട്ടില്ല. ആ പാട്ടിൻ്റെ ഭംഗി അത് കേട്ട ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, വീണ്ടും അത് കേൾക്കുന്നത്. എന്തുകൊണ്ട്? അത് പുണ്യ റസൂലിനെയാണ്. അതവിടെ ആവിഷ്കരിച്ചത് പുണ്യ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ ഏതൊരാൾ നാവിലൂടെ പുണ്യ റസൂലിനെ പറഞ്ഞു, ഈ ഒരു പ്രഭാഷകൻ, ആ പ്രഭാഷകൻ പുണ്യ റസൂലിനെ പറ്റി പ്രസംഗിക്കുകയാണ് എങ്കിൽ അയാൾ അറിയാത്തവരുണ്ടാവില്ല. അല്ലെ? അങ്ങനെയല്ലേ? അത് വേറൊന്നുമില്ല. ചെറിയ കുട്ടി ഒരു പാട്ട് പാടിയാലോ അല്ലേ? ഞാൻ കേൾപ്പിച്ചു. എന്താണ് അതിനൊക്കെ പല തെറ്റുകളുണ്ട്, പദങ്ങളൊക്കെ അബദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്തൊരു ഭംഗിയാണ്. എന്തുകൊണ്ട്? അത് പുണ്യ റസൂലിനെയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്മു ബികൽ മദ്ദാഹു ഫൗക ഖുറൂനിഹി. വയസ്മു ബിക, അങ്ങേ കൊണ്ട് മീതയാകും, അൽ മദ്ദാഹു അങ്ങേ പ്രശംസ ചൊരിഞ്ഞവൻ, ഫൗക ഖുറൂനിഹി അവന്റെ കാലഘട്ടത്തിലെ ആരെക്കാളും മീതയാകും. പിന്നെ വലോ ഖസ്സറത് അഅമാലഹു വലോ ഖസ്സറത് അഅമാലഹു അവന്റെ അമലുകളെ ചുരുക്കിയാൽ പോലും ഖില്ലത്തുൻ നുസ്കി ആരാധനയിലെ കുറഞ്ഞ താല്പര്യം. അതായത് തഹജ്ജുദൊന്നും നിസ്കരിക്കൂല, എന്നാലും മാഷറിൽ 1-ാം നമ്പറാവും. എന്തുകൊണ്ട്? നിങ്ങളെ പറ്റി പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ അവന് അമലൊക്കെ കമ്മി ഉണ്ടാവും. സുന്നത്ത് പോകുമ്പൊന്നും വല്ല നോച്ചിട്ടുണ്ടാവില്ല, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്തുണ്ട്? നിങ്ങളെ അത് മാത്രമൊന്നല്ല, അത് മാത്രമല്ല, പലരും പറയൽ മാത്രമല്ല. ഇപ്പം ഈ ക്ലാസ്സിന് വേണ്ടി ഇന്ന് രാവിലെ അടുത്ത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിവിടെ 6 മണിക്കെത്തണം. അതിൽ നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരല്പം നേരം വൈകാനുള്ള കാരണം എന്താ? ഞാൻ 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ കാരണം? സംവിധാനങ്ങൾ ഒരുക്കുന്നിടത്ത് കമ്മിറ്റിക്കാർ ശ്രദ്ധിച്ചില്ല. അവർ നല്ലവർ തന്നെയാണ്, പക്ഷെ അവർക്ക് ഇതിന് മനസ്സിലായില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ഓടി വരണം. അങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ പദവി കിട്ടുന്നത്. റസൂലുള്ളാഹിക്ക് വേണ്ടി സംവിധാനം ഒരുക്കുകയാണ്. ഇതിനൊരാൾ ചായ കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് ചായ കൊടുക്കുന്നത്. അല്ല, എല്ലാവരെയും ഇപ്പം ഇവിടെ എത്ര കളി 170 വർക്കിംഗ് ഡേയിലാണ് പലപ്പോഴും ക്ലാസ് ഉണ്ടാകും. എന്നിട്ടും കുറച്ചാൾ എന്തേ അവർക്ക് ജോലിയില്ല, ജോലിയുണ്ട്, എന്നിട്ട് കഴിഞ്ഞിട്ട് ഓടും ജോലിക്ക്. എന്തുകൊണ്ട്? സുബ്ഹാന കേൾക്കാൻ വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വണ്ടി കയറി, എനിക്ക് സൂഫിയുടെ പ്രണയകാവ്യം നാളെ കേൾക്കണം എങ്കിൽ അത് മതിയാവും നിനക്ക് പുറത്ത് കിട്ടാൻ. നീ വണ്ടി കയറി വന്നത് റസൂലുള്ളാഹിനെ കേൾക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പേര് അങ്ങനത്തെ ഒരാൾ നേതാവായി കിട്ടിയ സന്തോഷമാണ് ഞാനീ പറയുന്നത്. അതൊരു അത്ഭുതം. എനിക്ക് പണ്ടേ നബിയെ പറ്റി പറയാൻ നാവ് ചുരുങ്ങും, നാവ് കൂടില്ല. എന്തുകൊണ്ട്? ഞാൻ നബിയെ പറ്റി എന്ത് പറയുമ്പോൾ എനിക്കത് കുറവാണെന്ന് തോന്നും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഅ്ജിസത്തിനെ പറ്റി പറഞ്ഞ പ്രസംഗങ്ങൾ വളരെ കുറവാണ്. നബിയുടെ മുഅ്ജിസത്തുകൾ പറയാൻ പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറും. എന്തുകൊണ്ട്? മുഅ്ജിസത്തുകൾ നബിക്ക് പോരാന്നാണ് എൻ്റെ വിശ്വാസം. AK-47 കൊണ്ടാണ് ആ ഈച്ചനെ കൊല്ലുന്നത് എന്ന് പറയുന്നത് പോലെയാണത്. അത്രേ ഉള്ളൂ. നബിൻ്റെ മുഅ്ജിസത്ത് പറയാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അത് വേണ്ട, അത് ഞാൻ വേറെ എന്തെങ്കിലും പറയാം. എനിക്ക് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മുഅ്ജിസത്തുകൾ നബിക്കനുസരിച്ചല്ല. നബിക്കനുസരിച്ച് മുഅ്ജിസത്ത് ഉണ്ടായാൽ ഈ ഭൂമിക്ക് അത് സഹിക്കാൻ കഴിയില്ല. ചന്ദ്രൻ നബി പിളർത്തി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മുഅ്ജിസത്തായി എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രനെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു കീസിലാക്കിയിട്ട് മക്കയിൽ കൂടി നടന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ചെറിയ ഒരു കാര്യമായി തോന്നുന്നു. മറ്റേ എനിക്കത് കാര്യമായിട്ട് തോന്നുന്നില്ല. ചന്ദ്രനെ പിളർത്തൽ നബിക്ക് മുഅ്ജിസത്തിനല്ല. ചന്ദ്രൻ അങ്ങനെ മടക്കി ചുരുട്ടിയിട്ട് നബി ഒരു കീസിലിട്ടിട്ട് മക്കി കൂടി അങ്ങോട്ടും കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ആ ചരിത്രം ഞാൻ പറയും. നബിക്ക് അത്രയേ ഉള്ളൂ. നബിക്ക് മാത്രം അതൊന്നും ഇല്ല. സൂര്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാട്ടിയിട്ട് അതിൻ്റെ വെളിച്ചം കൊണ്ട് കെടുത്തിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനങ്ങനെ അങ്ങോട്ട് ചുരുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു പന്ത് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ 4 ദിവസം ഇങ്ങനെ മക്കയെ കൂടി തട്ടിക്കളിച്ചിട്ട് പിന്നെ മേലെ കെട്ടിട്ട് ഒന്നും കൂടി വെളിച്ചം വെച്ചാറും ആ സൂര്യനാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ചൊക്കെ നബിക്കനുസരിച്ചുണ്ട്. നബിക്കനുസരിച്ചൊരു മുഅ്ജിസത്ത് കാണാൻ തന്നെ കഴിയില്ല. എന്തുകൊണ്ട്? അത് വഹിക്കാൻ ലോകത്തിന് കഴിയില്ല. സത്യം, ഞാനിതൊക്കെ വളരെ പുറകോട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഅ്ജിസത്തിനെ പറ്റി പറഞ്ഞ വയലുകൾ വളരെ ചൊക്കിയിരിക്കും. എനിക്കിഷ്ടമില്ല, പറയുന്നത് എനിക്കിഷ്ടമില്ല. നബിയുടെ വഫാത്ത് ഒന്നും പറയുന്നത് എനിക്കിഷ്ടമില്ല. അതൊന്നുമല്ല നബി വഫാത്ത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചു. അതൊന്നും പെരുപ്പിച്ച് പറയുന്നതിൽ മാനിയില്ല. അതിനേക്കാൾ വേദനിച്ച എത്ര ആളുകൾ ലോകത്തുണ്ട്? നബിക്ക് വേദന കുറവല്ലേ? അവിടെ ഒരു വേദന ഉള്ളത് നബി എന്ന ആൾ നഷ്ടപ്പെട്ടു പോയി ഈ ഭൂമിക്ക് മുകളിൽ നിന്ന്. അതാണ് നഷ്ടം, മരിച്ചതല്ല, വേദനയല്ല.
അങ്ങനെ ഒരാളില്ല. നമുക്ക് ആളെ കാണാൻ കഴിഞ്ഞില്ല. നമ്മളെ ആളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോഴാണ് മുൻഗാമികൾ എന്ത് ചെയ്ത് മൗലിദുകൾ ഉണ്ടാക്കിയത്. എന്തിനാ മൗലിദുകൾ ഉണ്ടാക്കിയത്? എന്താ മൗലിദിന്റെ അടിസ്ഥാനം? എന്തിനാ മൗലിദുകൾ ഉണ്ടാക്കിയത്? അത് ഈ അന്തല്ലാത്ത ജനതകൾക്ക് മനസ്സിലാവില്ല. എന്തിനാ മൗലിദുകൾ ഉണ്ടാക്കിയത്? മൗലിദുകൾ ഉണ്ടാക്കിയത് എന്തിനെന്നാൽ മൗലിദുകൾ ഉണ്ടാക്കിയത് എന്തിനെന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തെ തസവ്വുറാക്കാനാണ്. നബിയുടെ രൂപത്തെ മനസ്സിൽ കൊണ്ടുവരിക. ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതിങ്ങോട്ട് രൂപത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഈ മൗലിദുകളിൽ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂർദാവ് മുതൽ റസൂലുള്ളാഹിയുടെ പെരുവിരൽ വരെയും നമ്മൾ കാണും മൗലിദിൽ. റഅയ്തുൽ ലൈല റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹതി അളീമൽ ഹൈബത്തി അസജ്ജൽ ഹാജിബൈനി സഹിലൽ ഖദ്ദൈനി إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين. നബി വന്നു അല്ലേ? അപ്പൊ നബി നമ്മുടെ ഒരു കൽപ്പിലേക്ക് വന്നു. നബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ എന്താ അതിന്റെ അർത്ഥം? വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. എൻ്റെ വാപ്പ ഇങ്ങനെ ചെല്ലുന്നത് കേട്ടിട്ട് ഞാൻ ചെല്ലാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. വല്ല വീട്ടിൽ അതിൻ്റെ അർത്ഥം ഇന്നാ ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ആ ബൈത്തുകളെ ചെല്ലുമ്പോൾ ഒരു വീട്, അവിടെ നബി വന്ന് നിൽക്കുക, ആ വീട്ടിൽ വിളക്കില്ല, നബിയാണ് വിളക്ക്, അതൊരു ചിന്ത വരും. അപ്പൊ അങ്ങോട്ട് പോയി നമ്മുടെ ഹൃദയം അങ്ങോട്ട് വലുതാവും. നമ്മളെ കൽബിൻ്റെ ഉള്ളിലേക്ക് അത് കയറും. ഈ ബൈത്ത് മാത്രം ചൊല്ലി മരിച്ചുപോയ ആളുകളുണ്ട്. ഈ ബൈത്ത് അബൂബക്കർ ശിബിലി ആണ് എൻ്റെ ഓർമ്മ. അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ രാത്രി മുഴുവനും ചൊല്ലിയത് ഈ ബൈത്ത. بيتا أنت ساكنه ليس محتاجا إلى سرج وجهك والله حجتنا يوم يأتي الناس بالحجج. അർത്ഥം പല തലമുറകളും പല ജനങ്ങളും പല ലക്ഷ്യവും കൊണ്ട് മഹ്ശറിൽ വരും. ഞങ്ങൾക്ക് നിസ്കാരമുണ്ട്, ഞങ്ങൾ അങ്ങനെയുണ്ട്, ഞങ്ങൾ യുദ്ധത്തിന് പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അങ്ങയുടെ മുഖത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഞങ്ങൾ നേതാവാണ്. അപ്പോൾ ഞങ്ങൾ ലക്ഷ്യം അങ്ങയുടെ മുഖത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നല്ലാതെ ഞങ്ങൾക്ക് നിസ്കാരം നോമ്പൊന്നും വേണ്ടത്രയില്ല. എന്താ പറഞ്ഞത്? ഒരു രോഗിയുടെ വീട്ടിൽ അങ്ങ് കയറി ചെന്നാൽ മതി, അപ്പോൾ അയാളുടെ രോഗവും പ്രശ്നവും പരിഹരിക്കും. ഇനി എന്താ വേണ്ട? ആളാരാ? ആളെ കാണാൻ കഴിയാത്തതിനാണ് മൗലൂദ് ഓതിയത്. അപ്പോൾ മനസ്സിലാകും ആളെ കാണും. അതിന് ഖുർആൻ ഓതിയാൽ മനസ്സിലാവില്ല, മതിയാവില്ല. ഖുർആൻ ഓതിയാൽ മതിയോ? ഊതു മനസ്സിലാക്കാൻ ഊതു ഷാഫി മാമന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മാമ എഴുതി കൂട്ടി കിതാബ് ഉണ്ടാക്കി തന്നപ്പോഴാണ് നമ്മളാരാ ഖുർആൻ ഊതു പഠിച്ചവർ? ഏത് മൗലവിയാണ് ഇന്ന് ലോകത്ത് ഖുർആൻ ഊതു പഠിച്ചത്? ഖുർആനിൽ നിന്ന് ഉള്ളു പഠിച്ച ഒരു മൗലവിയെ കിട്ടിയാൽ നിങ്ങൾ കൊണ്ടിരിക്കും 100 കോടി റുപ്യ ഇനാമ് കൊടുക്കാം. അങ്ങനത്തെ ഒരു മൗലവി ഉണ്ടാവില്ല. നമുക്ക് ഖുർആൻ ഓതിയാൽ പോലും ഖുർആൻ ഓതിയാൽ അങ്ങനെ ഉള്ളു കൊടുക്കുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇദാ ഖുംതും ഇലാ സ്വലാത്തി
ഇതാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോയി മുഖം കഴുകിക്കോളി എന്നാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതാ ഖുംതും ഇല സ്വലാത്ത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് കായുമായി കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ പോയി മുഖം കഴുകിക്കോളി. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഖുർആൻ അനുസരിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യണം? പറയുന്ന മനുഷ്യൻ ബാങ്ക് ഇഖാമത്തൊക്കെ കഴിഞ്ഞിട്ട് സൊഫേട്ടി നിൽക്കണം. ഇതാ ഖുംതും ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകിക്കോളി. അപ്പം നമ്മൾ മിഹ്റാബിൽ ടേപ്പ് ഫിറ്റ് ചെയ്യേണ്ടി വരും. ഏത് മൗലാനടാ ഖുർആൻ പഠിച്ച്? അത് ഷാഫി ഇമാമ ഹനഫി ഇമാമിനെ പോലത്തെ എന്ത് ചെയ്തു? ചുരുട്ടി കൂട്ടി എല്ലാ കിതാബിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇട്ടപ്പോൾ നമുക്ക് ഉളു മനസ്സിലായി. തന്നെ പല കിതാബിൽ നിന്നും പല ഹദീസിൽ നിന്നും പല ഖുർആനായത്തിൽ നിന്നും കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മദ്ഹ് മുൻഗാമികളായ സാലിഹ്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടപ്പോൾ നമുക്ക് നബിയെ മനസ്സിലായി. ഇതാണ് മൗലിദ് കിതാബ്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവർക്ക് റസൂലുള്ളാഹിനെ ഉൾക്കൊണ്ടു. ഇത് ഈ വര്യങ്ങൾ ആലോചിച്ചൊക്കെ മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് കൽബിലുണ്ടെങ്കിൽ അതൊക്കെ നിസാരാണ്. തന്നെ അങ്ങയുടെ മുഖം അൽവല്ലാഹ്, ഏറെ പ്രശോഭിതമായ ആ മുഖം ഹുജ്ജത്തുന, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാളെ എന്ന് യൗമയഅ്തിന്നാസു ബിൽ ഹുജജി, പല ജനങ്ങളും പല തലമുറകളും പലതരം ലക്ഷ്യങ്ങളുമായി മഹ്ശറിൽ വരുമ്പോൾ ഞങ്ങൾക്കതൊന്നുമില്ല. ആ മുഖത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ മുഖത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈമാൻ കിട്ടിയത്. അത് മതി ഞങ്ങൾക്ക് നിസ്കാരം നോമ്പ് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ മതി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഇതേപോലെ പറയാ പോലെ മതിയല്ലോ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. റസൂലുള്ളാഹിനെ കൽബ് കയറ്റിക്കോ, ഇന്ന് നന്നാവും, നീ ഒന്നുമില്ല. റസൂലുള്ളാഹിനെ കയറ്റിക്കളാ. ശേഖ് മുറബിനെ തെണ്ടി നടന്നിട്ട് കിട്ടൂല. കോഴി ഇന്നത്തെ പുതിയ കോഴി തിന്ന ശേഖ് മുറബി പോയിട്ട് ആവില്ല, ഇപ്പം പോലും ആവില്ല. ഇന്നത്തെ പീഡിയത്തെ കോഴി തിന്നുന്ന ഒരാൾ വലിയാവൂല, ഒരിക്കലും വലിയാവൂല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മദീനയിൽ ഇന്നത്തെ മദീന ഞാൻ പണ്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. മദീനയിൽ നിന്നാണ് ആര് വരിക? മദീനമാര്. ഞാൻ തിരുത്തി. കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നടത്തിയ പ്രസംഗങ്ങൾ മുഴുവനും 90% അഫ്ഗാനിൽ നിന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? മദീനയിൽ നിന്ന് നബി വരാനുള്ള സാധ്യതയില്ല. അല്ല, ഈ പകുതി വരാൻ സാധ്യതയില്ല. മദനിയുൽ മദീനക്കാരനാണെന്നാൽ മദനിയുൽ അസ്ലി എന്നായിരിക്കാം അതിൻ്റെ അർത്ഥം. കാരണം ഇന്നത്തെ മദീന അതിന് പോരാ. അവിടുത്തെ വെള്ളവും ഭക്ഷണവും മുഴുവനും യൂറോപ്പ് കൈയടിക്ക് കഴിഞ്ഞു. യൂറോപ്പിൻ്റെ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് മതിയാൻ കഴിയില്ല. നിങ്ങൾക്ക് കുറേ എന്നെ ചീത്തറിഞ്ഞാണ്, എല്ലാവരും ഓടി ചീത്തറിഞ്ഞ്. നിങ്ങൾക്കുള്ള ഒരു നിത്യവൃത്തിയാണ് എന്ത്? ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 6 മാസം എന്നെ ചീത്തറിഞ്ഞോളി. പിന്നെ അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ പറയും ചിലപ്പോൾ അത് അങ്ങനെ തന്നെയാവും. അതുവരെ ഞാൻ ചീത്തയേക്കും. ആയിക്കോട്ടെ, എനിക്കിപ്പോൾ അതുകൊണ്ട് തൊലിയൊക്കെ ഒരു കോലത്തിലായി. എത്ര ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, സ്മൂത്തായ തോലാണ്. ഒരു കാരണവശാലും ഇന്നത്തെ മദീനയിൽ നിന്ന് മതി വരില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1744 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സഊദും തമ്മിൽ കരാറിലായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ വലിയ നരനായാട്ട് അവിടെ നബി കുടുംബങ്ങൾക്കെതിരെ നടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് നാട് വിട്ടുപോയ ആളുകൾ പോയി എവിടെ എത്തിയിട്ടുണ്ടാകും? അഫ്ഗാനിൽ. സാധാരണ കബൂളല്ല, കബൂളിൽ നിന്ന് മഹദി ജനിക്കില്ല. അതായത് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ട്രക്ക് വന്നെങ്കിൽ വന്നു. അപ്പോൾ അവർ തീപ്പെട്ടി കിട്ടും. അവർക്ക് തീപ്പെട്ടിയാണ് പുറത്തുനിന്ന് വാങ്ങുക, തീപ്പെട്ടി, മെഴുകുതിരി. ബാക്കിയുള്ളവർ സമയത്ത് അവർ കല്ലുരസിയിട്ട് തീ ഉണ്ടാക്കും, അവിടുത്തെ വിഭവങ്ങൾ കൊണ്ട് കഴിക്കും. അങ്ങനത്തെ ജനങ്ങൾ, അതാണ് ഖുറാസാൻ. അങ്ങനത്തെ ജനങ്ങൾ ഇപ്പോഴും പറക്കുന്നുണ്ട്. അവരുടെ കണക്ക് ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ ഇല്ല. അവരെ ഒരിക്കലും മറ്റേ ഇത് കുത്തിയിട്ടില്ല. എന്തായാലും പറയാ, വാക്സിൻ മാത്രമല്ല, മറ്റേ ഇതുണ്ടല്ലോ, പോളിയോ കുത്തിയ ഒരാൾക്ക് മതിയാൻ കഴിയില്ല. ഇമ്പോസിബിൾ. പോളിയോ കുത്തിയ ഒരാൾക്ക് മതിയാൻ കഴിയില്ല ഒരിക്കലും. സ്കൂൾ പഠിച്ച ഒരാൾക്ക് മതിയാൻ കഴിയില്ല, മദ്രസയിൽ പഠിച്ച ഒരാൾക്ക് മതിയാൻ കഴിയില്ല. പുറത്ത് പറയണ്ട. എല്ലാവരും കൂടി വെടിവെക്കി. സ്കൂളിലും മദ്രസയിലും പഠിക്കാത്ത ആളായിരിക്കും മതി. ഒരിക്കലും
മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചാൽ ഒരിക്കലും മതിയാവില്ല. ഇതിൻ്റെ ചങ്ങായി വരികയാവില്ല. പിന്നീട് മതി പുറത്ത് പറയണ്ട. നിങ്ങൾക്ക് വിഷമമുണ്ടാവും. ഇത് പറയാൻ എനിക്ക് എന്നെക്കാൾ വിഷമമുണ്ട്. പക്ഷെ പറയല്ലാതെ നല്ലതല്ല. ഒരിക്കലും മദ്രസയിൽ പഠിച്ചിട്ട് മതി ഉണ്ടാവില്ല. മദ്രസയിൽ തന്നെ പഠിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അന്തമില്ലാത്ത ഈ മനുഷ്യൻ്റെ ചിന്ത, ഉസ്താദിൻ്റെ ചിന്ത കുട്ടിയെ സ്വാധീനം. എന്തുകൊണ്ട്? രണ്ടം കമ്മിയാണത് എഴുതിയത്. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദിനെ ഓത്തിനയക്കൂല. എന്തുകൊണ്ട്? വിവരം വേണം. ഓത്തിനയച്ചാൽ വിവരം ഉണ്ടാവില്ല. ഓത്തിനയച്ചാൽ ഈ അന്തംഗമ്യായ മനുഷ്യൻ്റെ ചിന്ത വിദ്യാർത്ഥിയെ സ്വാധീനിക്കും. ഇത് ഫ്രഷാകണം. ഹബീബ് റസൂലുള്ളാഹിന്റെ മോണ്ടിസറി ആരാണ്? സയ്യിദുന ജിബ്രീലാണ്. അതിൻ്റെ മുമ്പ് ഒന്നും അറിയില്ല. ഏതെങ്കിലും ആൾ നബിയെ പിടിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ നബി എന്നാവില്ല. പഠിപ്പിക്കണ സംവിധാനം അന്നുണ്ട്. എന്ത് എഴുത്തുമായി പഠിപ്പിച്ചു? എഴുത്ത് എന്ന് പറയുമ്പോൾ ആനാന്നെങ്കിലും വായിക്കണ്ടേ? അപ്പൊ ആന എന്നുള്ള ചിന്ത കയറൂലേ? ഇത് ഫ്രഷാണ്. മുഹമ്മദ് മുസ്തഫ. അതാണ് നിറവ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ കല്ലെറിയും. അതൊക്കെ പ്രശ്നമില്ല. എന്നാലും അതൊരു പുസ്തകം. ഓമന മുഹമ്മദിനെ ഓത്തിനേക്കാട്ടെ. എന്താ ഓത്തിനേക്കാൻ പറ്റൂല? ഓത്തിനേച്ച കുട്ടി നാശവും. അതായത് നിങ്ങൾ ഓത്തിനേക്കാതിരിക്കണ്ട. എന്തുകൊണ്ട്? നമ്മൾ ഓത്തിനയച്ചാലേ എന്നാവുള്ളൂ. നബി ഓത്തിനയക്കാതെന്നാലേ നബി ആവുള്ളൂ. മനസ്സിലായില്ല? ചിന്തിക്കാം. നമ്മൾ ഓത്തിനയച്ചിരിക്കണം. എന്നാലും നമുക്ക് എന്തുകൊണ്ട്? നമ്മൾ ആവറേജിന്റെ താഴെയുള്ളവരല്ലേ. അപ്പൊ ഈ ആവറേജിന്റെ താഴെ വിവരം നമുക്ക് കിട്ടണ്ടല്ലോ. ഉണ്ടല്ലോ. അത് ഓത്തിനയച്ചാലേ ഇട്ടുള്ളൂ. നബിക്കോ ഓത്തിനേക്കാൻ പറ്റില്ല. കാരണം ആവറേജിന് അപ്പുറത്തെ നബിനെ വിവരം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആളിവിടെ ഇല്ല. അല്ലമഹു ശദീദുൽ ഖുവ. ഒരു ഉസ്താദില്ല. അല്ലമഹു ശദീദുൽ ഖുവ. ശദീദുൽ ഖുവാന്റെ ഒരു അർത്ഥം അള്ളാഹു പഠിപ്പിച്ചു എന്നാണ്. ജിബ്രീൽ പോലുമല്ല, അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദം നബിക്ക് ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? അതവിടെ അല്ലമന്റെ ഫായിലാരാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ പഠിപ്പിച്ചാണോ? എന്നാൽ ഇത് മൊല്ലാക്കണ്ടേ? ആരും കാണാതെ ആ മൊല്ലാക്കാൻ പിന്നെ ചരിത്രത്തിലൊന്നും ഉണ്ടായില്ല. മൂപ്പര് പിന്നെ കാണാല്ലാതെ ചെയ്ത്. അങ്ങനെയാണോ പറയും മനുഷ്യന്മാര്? ആദം നബി വരുന്ന കാലത്ത് ഒരു മൊല്ലാക്ക ഇവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് പഴയ തലമുറയിൽ ഒരു മൊല്ലാക്കിയിരുന്നു. മൂപ്പര് പഠിപ്പിച്ചു. പിന്നെ മൂപ്പരാണ് കാണാല്ലാതായി. അങ്ങനെയാണോ? അല്ലമ ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചു. അങ്ങനെ അയാളെ ക്ലിയർ ആവുള്ളൂ. മറ്റെന്താ പഠിപ്പിക്കണോ? എൻ്റെ അബദ്ധം ഉണ്ടാവും. ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നോണ് എന്ന് പറയരുത്, നിങ്ങൾ നോണ് എന്ന് തന്നെ പറയണം എന്ന് ഉസ്താദ് പറഞ്ഞു. ഉസ്താദിന് നോന് എന്ന് പറയാൻ കഴിയൂല, നോണ് എന്നേ പറയുള്ളൂ. അപ്പൊ കുട്ടികളും എന്ത് പറയും? നോണ് പറയും. അപ്പൊ ഉസ്താദിന് ദേഷ്യം വന്നപ്പോ എന്ത് പറഞ്ഞു മുല്ലാക്ക എന്ത് പറഞ്ഞു? ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് എന്ന് പറയരുത്, നിങ്ങൾ നൂണ് എന്ന് തന്നെ പറയണം. അപ്പൊ ഈ നൂണുകള്, ഈ ജാതി നൂണിയാത്തുകള് കുട്ടിയെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഓമന മുഹമ്മദിനെ ഒത്തിനേക്കാത്തത്. അന്തങ്ങമ്മിയെ എൻ്റെ പാട്ട് വിറ്റ് പോയിട്ടുണ്ടാവും. പറഞ്ഞാൽ നോണയാ. കാരണം ഓമന മുഹമ്മദിനെ ഓത്തിനേക്കൂല, ഓത്തിനേക്കാൻ പാടില്ല. ഓത്തിനയച്ച് നിങ്ങൾ എല്ലാവരും കൂടി ബടക്കാക്കും. ഇത് ബടക്കാൻ പാടില്ല. അത് നബിയുടെ നിറവാ, ഒക്കെ നബിയുടെ നിറവാ. നബിയുടെ കുറവെന്ന് ചരിത്രം കണ്ടതെല്ലാം നബിയുടെ നിറവാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ അടുത്ത പുസ്തകം, നിറവ്. നബിക്ക് കുറവേ ഇല്ല, നിറവേ ഉള്ളൂ. എല്ലാം നിറവാണ്, ഒക്കെ നിറവാണ് റസൂലുള്ളാഹിക്ക്. പുണ്യ റസൂലിന് കുറവെന്നില്ല. പുണ്യ റസൂലിന് കുറവ് അന്നാഖിസ് എന്ന് പേരില്ല, അൽ കാമിൽ എന്ന് പേരുണ്ട്. അന്നാഖിസ് കുറഞ്ഞവൻ എന്ന് പേരില്ല. ഭക്ഷണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണതയാണ്. നമുക്ക് ഭക്ഷണം കുറഞ്ഞാൽ കമ്മിയാ, നബിക്ക് ഭക്ഷണം കുറഞ്ഞാൽ പൂർണ്ണതയാ. നബിയുടെ പേര് നാഖിസ്. നമുക്ക് നാഖിസ് നുഖ്സാൻ നമുക്ക് വരും. നമുക്ക് ഭക്ഷണം കുറഞ്ഞാൽ അത് കുറവാണ്, നബിക്ക് ഭക്ഷണം കുറഞ്ഞാലോ അത് നിറവാണ്. റസൂലുള്ളാഹിക്ക് നാഖിസ് എന്ന് പേരില്ല, അൽ കാമിൽ, പൂർണ്ണൻ, നിറഞ്ഞവൻ പുണ്യ റസൂൽ.
നോക്ക് നോക്ക്. ويسمو بك المداح فوق قرونه ولو قصرت أعمى له قلة النسك رفعت إلى طه الأمين شكايتي ولم يلق ذو شقوى إليه فلم يشكي. റഫഅതു ഞാൻ ഉയർത്തി ഇലാ ത്വാഹ ത്വാഹയായ അൽ അമീൻ എന്ന അൽ അമീനിലേക്ക് ഞാൻ ഉയർത്തി ശിക്കായത്തി എൻ്റെ അന്യായങ്ങളെയെല്ലാം. ഞാൻ എൻ്റെ അന്യായം ആരോടാ പറയുന്നത്? പുണ്യ റസൂലിനോട്. വലം യുൽഖദു ശഖ്വ, ഒരു മോശപ്പെട്ടവനെ ഉയർത്തപ്പെട്ടില്ല. ഇലൈഹി, നബിയിലേക്ക്. ഫലം യുഷ്കി, അവൻ നബിയോട് തന്റെ അവലാതി ബോധിപ്പിച്ചിട്ടും ഇല്ലെങ്കിൽ അവൻ പരാജിതൻ തന്നെ. നബിയിലേക്ക് ഒരാളെ ഉയർത്തപ്പെടുകയോ നബിയിലേക്ക് ഇടപെടുക, ഇവൻ മോശാണ് നബിയെ എന്ന് പറഞ്ഞ് നബിയിലേക്ക് സമർപ്പിക്കപ്പെടുകയോ അവന്റെ കാര്യം ഞാൻ മോശാണെന്ന് നബിയോട് പറയുകയോ ചെയ്തില്ലെങ്കിൽ അവൻ ആരെന്നെ? ഓ മോശൻ തന്നെ. അതേ സമയത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, മുത്തുനബിയെ എന്റെ കുട്ടി മോശാണ്, എന്റെ കുട്ടി അന്നാണ് കേട്ടോ എന്ന് പറഞ്ഞ വല്യമാരെ മക്കളൊക്കെ പിന്നെ നന്നായി മരിച്ചിട്ടുണ്ട്. കള്ളുടിച്ച് നടന്നിട്ടുണ്ടെങ്കിലും പിന്നെ നന്നായി തീർന്നിട്ടുണ്ട്. എന്റെ രാത്രി പൊട്ടിക്കരഞ്ഞുമ്മ പറഞ്ഞിട്ടുണ്ടാവും, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ഒരു മങ്കൂസ് മൗലൂദോടും, പഴയ കാലത്തെ രീതിയപ്പ പറയണേ, ഒരു മങ്കൂസ് മൗലൂദോടും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മുത്തുനബിയെ എന്റെ കുട്ടി മോശാണ്, ഓൻ കള്ളുടിച്ച് വന്ന് കിടക്കാണ്, എന്റെ കുട്ടി നന്നാക്കണം. ഓൻ പിന്നെ നന്നായിട്ടുണ്ടാവും. അവന് പിന്നെ ദീനം വന്നു, ബീഡി വരെ വലിച്ച ജീവൻ പോകുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ എല്ലാം നിർത്തി, പിന്നെ സ്വാലിയായി, പിന്നെ പൊട്ടിക്കരഞ്ഞു, പിന്നെ നാട്ടിലെ ഏറ്റവും വലിയ മുത്തക്കയായി. എന്തേ അസിന് കാരണം? ഇവനെ ആരിലേക്ക് ഉയർത്തി? ഇവൻ ആരിലേക്ക് ഇട്ടുകൊടുത്തവനെ? മുത്തുനബിയിലേക്ക്. അങ്ങനത്തെ വല്യന്മാര് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളമ്മാര് നന്നായത്. ആ അമ്മാരുണ്ടായതുകൊണ്ട് നമ്മൾ നന്നായിക്കണമെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മളെ പേരിൽ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നന്നാവില്ല. നബിനോട് വല്ലതും പറഞ്ഞാൽ അത് ശിർക്കാണോ കുഫറാണോ പേടിച്ചെടുക്കുന്ന കാലാണ്. മനസ്സിലായില്ലേ? മനസ്സിലാവണ്ട പറഞ്ഞത്. നമ്മളെ വല്യമ്മ നന്നായിട്ട് എന്റെ വല്യമ്മാന്റെ അമ്മ പഠിച്ചോനെ എന്റെ കുട്ടി നന്നാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മെഡിക്കൽ സയൻസിന് അത് നീ നബിയെ ആശ്രയിച്ചോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരനുഭവം നിങ്ങൾക്കിതിൽ പഠിക്കാം. പാഠമുണ്ട്, ഇതിൽ വലിയ പാഠമുണ്ട്. എൻ്റെ ഒരു അനുഭവം ചിന്തിക്കാണ്ട് പിന്നെ ഞാനിപ്പോൾ മറന്നു പോകും. ഇപ്പം ഇതിന് തെളിവും കിട്ടും, സാക്ഷിയും കിട്ടും. എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കല്യാണം കഴിച്ചു, കുറ്റിക്കാട്ടിലേക്ക് കല്യാണം കഴിച്ചു. എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഗർഭമുണ്ടായപ്പോൾ അവർ 3 മാസം മറ്റോ കഴിഞ്ഞ് പിന്നെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ അബോർഷൻ ചെയ്യലാണ് നല്ലത്, ഈ കുട്ടിക്ക് പൂർണ്ണ വളർച്ച ഉണ്ടാകൂല. ഒന്നിരിക്കൽ അവയവങ്ങൾക്ക് കേടുണ്ടാവും, അല്ലെങ്കിൽ മന്ദബുദ്ധിയാവും. ഈ കുട്ടിയെ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവർ വളരെ വേദനയോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളും അമ്മായിമ്മയും കൂടി ആണ് കൊണ്ടുപോയത്, ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിന് മനസ്സ് വന്നില്ല. ഞാൻ എല്ലാ രാത്രിയും മുത്തുനബിയോട് പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ, എൻ്റെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധാർത്ഥമുള്ള കുട്ടി ആ കുട്ടിയെ പ്രസവിച്ചു, 1 വയസ്സായിട്ടില്ല. ഇപ്പൊ എനിക്ക് ആ കുട്ടിക്ക് കണ്ണ് കൊള്ളുമെന്ന് പേടിയാണ്. 1 വയസ്സായിട്ടില്ല, കുട്ടി അത്ര ഉഷാർ. അപ്പം അള്ളാഹുത്തല മക്കളെയൊക്കെ നന്നാക്കട്ടെ, എല്ലാ മക്കളെയും. എന്തേ അവിടെ ഇടപെടേണ്ട ആൾ ഇടപെട്ടു. അന്ന കാര്യം ഞാൻ മുത്തുനബിയോട് എപ്പോഴും പറയും, യാ റസൂലല്ലാഹ്, സാലിഹ്യങ്ങളെ കണ്ടാൽ പറയും, എൻ്റെ മോൾക്ക് ഗർഭമുണ്ട്, ചെറിയ ചില പ്രയാസങ്ങളുണ്ട്, നിങ്ങൾ കുട്ടിക്ക് നല്ല പ്രയാസമില്ലാതെ നല്ലൊരു പൂർണ്ണ കുട്ടിയാക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് കണ്ട സാലിഹ്യങ്ങളോട് മുഴുവൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ദുആ ചെയ്തു. സാലിഹ്യങ്ങൾ കൈയൊന്നിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂലേ? മുത്തുനബിയോടും പറഞ്ഞു. ഇതിലും വലിയൊരു അത്ഭുതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ 2 കൊല്ലത്തിനുള്ളിൽ ഇല്ല. ഇപ്പം എനിക്ക് പേടിയാ, കുട്ടിയെ കണ്ണുറ്റു. 1 വയസ്സായിട്ടില്ല, കുട്ടി സായിമൻ സുജൂദ് കിടക്കും, എന്നും സുജൂദ് കിടക്കും. അല്ലാ എന്ന് പറഞ്ഞിട്ട് മുസല്ല കണ്ടാൽ കുട്ടി സുജൂദ് കിടക്കും ദായിമൻ. മിഞ്ഞാന്ന് കണ്ടില്ല, നീ ആഴ്ച കണ്ടല്ലോ, കണ്ടില്ല? ആ കുട്ടി 1 വയസ്സായിട്ടില്ല, ആഴ്ച കണ്ടല്ലോ. ഞങ്ങൾ മജ്ലിസിൽ ആ കുട്ടി കാട്ടിക്കൊടുന്ന പണി, ഞങ്ങൾ മങ്കൂസ് മൗലിദിന്റെ മജ്ലിസിൽ ആ കുട്ടി കാട്ടിക്കൊടുന്ന പണി കണ്ടില്ലേ? അത് കുട്ടി എത്ര വിളിച്ചാലും മജ്ലിസിലേക്ക് തന്നെ വരിക. നീ കണ്ടല്ലോ, അതാ കണ്ട സാക്ഷി.
ഒരു വയസ്സായിട്ടില്ല. എൻ്റെ മുത്തുനബി ഇടപെട്ടു. നമ്മൾ ആരോട് പറഞ്ഞു? അള്ളാഹിൻ്റെ ഹബീബിനോട് പറഞ്ഞു. മങ്കൂസ് മൗലൂദോടി പലതും ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, സ്വാലിഹ്യങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ സയൻസ് തോറ്റു, അള്ളാഹു ജയിച്ചു, റസൂൽ ജയിച്ചു. സത്യമാണോ അല്ലേ? ഇതാ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ മോളും ഡോക്ടറാണ്, ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്, സാക്ഷികൾ അനവധി ഉണ്ട്. എൻ്റെ കാര്യം അള്ളാഹിൻ്റെ സ്വല ഞെരിക്കും. നോക്കി എന്ത് കാര്യം ഹബീബാ നബിയോട് പറയും. പഴയ കാലത്ത് നമ്മൾ പറയട്ടെ, പണ്ടത്തെ കാലത്ത് ഒരാൾ ബോംബെയിൽ പോകുക, മദ്രാസിക്ക് ജോലിക്ക് പോകുക. എന്താ തലേ ദിവസം മങ്കൂസ് മൗലൂദോടും, എന്നിട്ടോ എന്നിട്ട് ദ്വാരക്കും, എന്നിട്ടാണ് പണിക്ക് പോവുക. ബോംബെക്കോ മറ്റൊരു പണിക്ക് പോവുകയാണെങ്കിൽ പഴയ കാലത്ത് ബോംബെക്ക് പോവുക, മലായ ഇല്ലേ, ബർമ്മ, മലായ, മദ്രാസ്, ഇതൊക്കെ പഴയ കാലത്ത് പോകും. എൻ്റെ കുട്ടിക്കാലത്ത് ഇല്ലേ, അങ്ങനത്തെ ഒരു കാലം ഓർമ്മല്ലേ? നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. വേറെ ഗൾഫ് അന്ന് തുറന്നിട്ടില്ല. സിലോണിൽ പോവുക, അതൊക്കെ അക്കാലത്തുള്ളത്. അപ്പൊ എൻ്റെ തലേ ദിവസം പോണിന്റെ ദിവസം ഒരു മൊല്ലാക്കാൻ വിളിച്ചൊരു മങ്കൂസ് മൗലൂദ് ഓടും. ഇതേ മങ്കൂസ് മൗലൂദ് എന്തിനു ഓതും? നാളെ വിതക്കണമെങ്കിൽ ഇന്ന് മൊല്ലാക്കാനെ വിളിച്ച് മങ്കൂസ് മൗലൂദ് ഓതി വിത്തിടുന്ന മുറത്തിൽ വിത്ത് ലേശം എടുത്ത് വല്ലത്തുനിന്നെടുത്ത് മന്ത്രിക്കും, എന്നിട്ടേ വിത്തിടും. ഫാക്ടംബോസ് വേണ്ട, യൂറിയ വേണ്ട, 100 മേനി വിളയും. എന്തേ? അത് മുത്തുനബിനെ ഏൽപ്പിച്ചതാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു പെൺകുട്ടിയെ കെട്ടിക്കാണെങ്കിൽ, ഒരു പെണ്ണിനെ പുതിയ കൊണ്ടുവന്നാൽ, പെണ്ണിക്ക് പള്ളിയിലുണ്ടായാൽ, പേറ്റിനോട്ടി കൊണ്ടുപോകുമ്പോൾ, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പ്രസവിക്കുന്ന നേരത്ത് ആശുപത്രി അക്കാലത്ത് ഇല്ല. ആശുപത്രിയിൽ പ്രസവം തുടങ്ങിയിട്ട് 25-35 കൊല്ലായിട്ടല്ലേ ഉള്ളൂ, മുമ്പ് ഇല്ല. എന്റെ മന്നെ പ്രസവിച്ചത്, എന്റെ മനസ്സിലായില്ലേ, പെങ്ങന്മാരൊക്കെ പ്രസവിച്ചതിൽ 99% പേരിന്നാണ് നിങ്ങളന്മാരും അല്ലേ? വയസ്സായൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ല, അങ്ങനെയാണ്. എന്തുകൊണ്ട് അന്ന് ആശുപത്രി പോക്കില്ല? പിന്നെ എന്റെ അപ്പുറത്ത് പെണ്ണിനെ വേറ്റാട്ടി വന്ന്, വേറ്റാട്ടിക്ക് വല്ല എന്തുണ്ടോ? ഒന്നുമില്ല. അവിടെ ഒന്നാണ് ഈറ്റെടുക്കും, ഇവിടെ മൗലൂദോടും, അതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ കരച്ചിലേക്കും, അൽഹംദുലില്ലാന്ന് പറയും അല്ലേ? അതല്ലേ പറയ്. ഇപ്പൊ മങ്കൂസില്ല, ഒന്നുമില്ല. നമ്മൾ നേരെ ലേബർ റൂമൊക്കെ വെച്ചിട്ട് മുട്ടായി വാങ്ങാൻ പോകും. എന്നിട്ട് യൂറോപ്യന്മാര് ഹറാമും ഹലാലും കൂട്ടിണ്ടാക്കിയ മുട്ടായി നാട്ടുകാർക്കൊക്കെ കൊടുക്കും. എന്തൊക്കെ ഹറാമാണ് ആ മുട്ടായി കടത്തി കുട്ടിക്കണമെന്ന് അറിയില്ല. അതാണ് ആദ്യമായി കുട്ടിക്കിന്റെ പേരിൽ കൊടുക്കുക. നമ്മൾ അടിമുടി നശിച്ചു തന്നെ. കാരണം പണ്ടെല്ലാം ഇനി ഒരാൾ ഗൾഫ് പോകുകയാണെങ്കിൽ നാളെ ഞാൻ മകൻ പോവുക, ഒന്നര കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നു, നാളെ പോവുക, ഒരു മൗലൂദ് ഓതാൻ ഉസ്താദേ, നിങ്ങൾ വൈകുന്നേരം നീ അല്ലെ? അങ്ങനെ ഓർമ്മയില്ല. അതൊക്കെ എന്തിനും അങ്ങനെ തന്നെയാണ്. വിത്തെടുക്കുകയാണെങ്കിൽ കൊയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പ്രധാന വരുമാനം അക്കാലത്ത് കൊയ്ത്താണ്. കൊയ്ത്ത് കഴിഞ്ഞ് പുന്നല്ല് അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ ചെയ്യുക? പുന്നല്ല് കുത്തിയിട്ട് അന്ന് ചോറുപ്പിക്കും. അരി ഉണ്ടായിട്ടും പുന്നല്ല് കുത്തി ചോറ് ഒപ്പിച്ചിട്ട് തേങ്ങാച്ചോറ് വെച്ചിട്ട് ആ തേങ്ങാച്ചോറ്റിലേക്ക് മൊല്ലാക്കാൻ വിളിക്കും, എന്നിട്ട് മൗലൂദോടും. അതായത് ആ ചോറ് തിന്നാൽ ആദ്യം മൗലൂദോടാം, മൗലൂദ് ഓതിന്റെ ചോറുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇതിന്റെ കാരണക്കാരൻ വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ റഹ്മത്തും നബി വഴിയാണ്. ഇതല്ലേ ഇതിന്റെ അർത്ഥം? അപ്പൊ നോക്കുന്നു, റഫഅതു ഇലാ ത്വാഹൽ അമീനി ശികായതി വലം യുൽഖദു ശഖ്വാ ഇലൈഹി ഫലം യുഷ്കി. റഫഅതു, ഞാൻ ഉയർത്തി, ഇലാ ത്വാഹൽ അമീനി, ത്വാഹൽ അമീനിലേക്ക് ശികായത്തി, എന്റെ ആവലാദികളെല്ലാം. വലം യുൽഖദു ശഖ്വാ, ഇദു ശഖ്വാ, ഒരു മോശപ്പെട്ടവനെ ഉയർത്തപ്പെട്ടില്ല, ഇടപെട്ടില്ല. ഇലൈഹി, നബിയിലേക്ക്. ഫലം യുഷ്കി, അവന്റെ കാര്യം നബിയോട് ആവലാതി ബോധിപ്പിച്ചതും ഇല്ല എങ്കിൽ അവന്റെ കാര്യം പോക്കാണ്, അവൻ നന്നാവില്ല എന്ന് സാരം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.